നമസ്കാരം സുഹൃത്തുക്കളെ. മത്സര പരീക്ഷകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കരിയറുകൾ കണ്ടെത്താനും ലോഞ്ച് ചെയ്യാനും സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് ബാങ്കിങ് ഫിനാൻസ് മേഖലയിലോ അതല്ലെങ്കിൽ കേന്ദ്ര കേരള സർക്കാർ ജോലികളിലോ തൻ്റെ ഭാവി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചാൽ അവിടേക്ക് എത്തിപ്പെടുവാനുള്ള സെലക്ഷൻ പ്രൊസീജിയറിലൊക്കെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. ശക്തമായൊരു വിന്നിംഗ് സ്ട്രാറ്റജിയുടെ കീഴിൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി ഉത്സാഹത്തോടു കൂടിയും എൻജോയ് ചെയ്തുകൊണ്ടും നീണ്ടു നിൽക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഇത് ഏത് സ്ട്രീമിൽ ഒരു കരിയർ ലോഞ്ച് ചെയ്യണമെങ്കിലും അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിലാണ് നിങ്ങളൊരു കരിയർ ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാർഗം വളരെ വലുതാണ്, അതേ സമയത്ത് തന്നെ ഒരുപാട് ഡിമാൻഡിങ്ങുമാണ്. ബാങ്കിങ് മേഖലയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന പ്രധാനപ്പെട്ട 2 ഏജൻസികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത്, ഒന്ന് ബാങ്ക് എന്ന രീതിയിൽ തന്നെ SBIയും പിന്നെ ബാക്കിയുള്ള പൊതുമേഖലയിൽ ഉള്ള മറ്റ് ബാങ്കുകൾക്കെല്ലാം കൂടി വേണ്ടി, അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കുകൾക്കെല്ലാം കൂടി വേണ്ടി ഈ പ്രക്രിയകളെല്ലാം ചെയ്യുന്ന IBPSുമാണ്. IBPS എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷനാണ്. അപ്പോൾ IBPS ആണ് SBI ഒഴികെയുള്ള മറ്റെല്ലാ തന്നെ പൊതുമേഖലാ ബാങ്കുകളിലേക്കും അതുപോലെ ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമീണ ബാങ്കുകളിലേക്കും റിക്രൂട്ട്മെൻറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. SBI ആണെങ്കിലും IBPS ആണെങ്കിലും ബാങ്കിങ് സെലക്ഷനിൽ 2 ഘട്ട പരീക്ഷകളുണ്ട്. അത് PO പരീക്ഷകളായാലും ശരി, ക്ലറിക്കൽ പരീക്ഷകളായാലും ശരി, ഇതിനെല്ലാം തന്നെ പ്രിലിംസും മെയിൻസും ഉണ്ട്. ഇതിലുള്ള സബ്ജക്റ്റുകളൊക്കെ ഏകദേശം ഒരുപോലെയുള്ളവയാണെങ്കിലും മെയിൻ പരീക്ഷയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള നോളജ് ഡിമാൻഡിങ് ആണ്. ഇനി കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ SSC പരീക്ഷകളിലൂടെ SSC CGL, SSC CHSL, പിന്നെ എഞ്ചിനീയർമാർക്ക് വേണ്ടി SSC JE എന്നിങ്ങനെ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറുകളാണ് ഓരോ വർഷവും SSCയിലൂടെ നടക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരിലെ ഗ്രേഡ് B, C, D തുടങ്ങിയ കാറ്റഗറിയിലേക്കുള്ള നിയമനങ്ങളാണ് ഇങ്ങനെ ഈ സെലക്ഷൻ പ്രൊസീജിയറിലൂടെ നടത്തുന്നത്. ഈ പ്രൊസീജിയറുകളുടെ പ്രത്യേകത കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്ക് ഇൻ്റർവ്യൂ എന്നുള്ള കടമ്പയില്ല എന്നുള്ളതാണ്. 2 ഘട്ട പരീക്ഷകൾ Tier 1, Tier 2 എന്നീ പരീക്ഷകൾ കടന്ന് നമ്മൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള ജോലി പിടിച്ചെടുക്കാം. ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, CBI സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിൽ കയറണോ, ക്ലറിക്കൽ ലെവലിൽ കയറണോ, അതല്ല നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ക്വാളിഫിക്കേഷൻ അഗ്രികൾച്ചറിലോ മറ്റോ ഉള്ള ബിരുദമോ മറ്റോ ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ പോലുള്ള സ്പെഷ്യലിസ്റ്റ് ആവണോ, ഇതിനൊക്കെ ബാങ്കിങ് മേഖലയിൽ അവസരങ്ങളുണ്ട്. അതുപോലെ SSCയിലൂടെ ഗ്രാജുവേറ്റ് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റുകളും പിന്നെ ഹയർ സെക്കൻഡറി ലെവലിലാണെങ്കിൽ അതിൽ താഴേക്ക് വരുന്ന കുറച്ച് പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും.